ഹായ് ഓൾ, ഇതൊരു ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ. ഇത്രയും ഭാഗത്ത് മാത്രം ഒരു മെഷീൻ എംബ്രോയിഡറി മാത്രം അതിൽ വരുന്നുണ്ട്, കുറച്ച് ഫ്ലവേഴ്സും ലീവ്സൊക്കെ ആയിട്ട്. പക്ഷെ അതിന് ഭംഗി പോരത്രേ. എൻ്റെ അനിയത്തിരിയാണ് കമൻറ്റ് കേട്ടോ. അപ്പോൾ നമുക്കതിനൊന്ന് ഭംഗി കൂട്ടി കൊടുത്താലോ, ഒരു ചേഞ്ച് ആവല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഗോൾഡൻ കളറുള്ള കട്ട് ബീഡ്സും ട്യൂബ് ബീഡ്സും വൈറ്റ് കളറിലുള്ള കട്ട് ബീഡ്സും ട്യൂബ് ബീഡ്സും സ്വീക്കൻസും സ്റ്റോൺസും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ അതിലെ മെയിൻ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്ലീവ്സിൻ്റെ എൻഡിലും അതുപോലെ തന്നെ നെക്കിൻ്റെ ബാക്കി പോർഷനിലുമൊക്കെ ഈ പറഞ്ഞ ബീഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അവളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം മുമ്പ് ആ എംബ്രോയിഡറി മാത്രമായിരുന്നപ്പോൾ നമ്മുടെ ഈ ടോപ്പിനൊരു ഗുമ്മു പോരായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിലേക്ക് ഈ ടോപ്പ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇത് ശരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രമാത്രം വിസിബിൾ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതവിടെ ഇട്ടപ്പോഴും ആൻഡ് ഇതിൻ്റെ ആ ഒരു ഗ്ലിറ്ററിങ്ങും ഒക്കെ വന്നപ്പോഴത്തേനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെക്കിൻ്റെ ബാക്കി ഭാഗത്ത് പ്ലെയിനായിട്ട് കിടന്ന ഭാഗത്ത് നമ്മൾ ഈ പറഞ്ഞ വൈറ്റ് കളറിലുള്ള ട്യൂബ് ബീഡ്സും അതുപോലെ തന്നെ ഗോൾഡൻ ട്യൂബ് ബീഡ്സും സ്റ്റോൺസൊക്കെ യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ബുട്ടാസ് പോലുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതേ സെയിം ഡിസൈൻ തന്നെ നമ്മൾ സ്ലീവ്സിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട്. എന്നാലല്ലേ അതിലൊരു മാച്ചിങ് ഉണ്ടാവുള്ളൂ. സ്ലീവ്സിൻ്റെ എല്ലാം ഇതുപോലെ തന്നെ നമ്മൾ ഗോൾഡൻ കളറുള്ള ട്യൂബ് ബീഡ്സും അതുപോലെ തന്നെ വൈറ്റ് കളറുള്ള ട്യൂബ് ബീഡ്സും സ്വീക്കൻസും പിന്നെ നമ്മുടെ സ്റ്റോൺസ് ഉപയോഗിച്ചിട്ട് ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് അവസാനം ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ അവൾ ഈ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ഫോട്ടോയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമായി. അവളുടെ ഓഫീസിലെ ആൾക്കാരൊക്കെ ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞു. ശരിക്കും ഒരു പാർട്ടി വെയർ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണേ.